ആഫ്രിക്കൻ സാഹിത്യകാരിയും ചിന്തകയുമായിട്ടുള്ള ഷിമമാൻഡ നഖോസി അഡിച്ചിയുടെ പർപ്പിൾ ഹിബിസ്കസ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. വായിച്ചിട്ടുണ്ടോ? ആണധികാരം ഏകപക്ഷീയമായി കുടുംബത്തിൽ നടത്താൻ ശ്രമിച്ച ഭർത്താവിന്റെയും അതിൽ സഹികെട്ട് ജീവിക്കുന്ന ഭാര്യയുടെയും കഥയാണ് ഈ ഒരു നോവലിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പുസ്തകം വായിച്ചു തീരുമ്പോൾ ഫെമിനിസം ചർച്ച ചെയ്യുന്ന ഒരു നോവലായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ആവുക. ഈ പുസ്തകം എഴുതിയതിനു ശേഷം അവർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു അഭ്യുദയകാംക്ഷി അടിച്ചിയെ മാറ്റി നിർത്തി ഒരു ഉപദേശം കൊടുത്തു. നിങ്ങൾ നല്ലൊരു സ്ത്രീയല്ലേ, പാർട്ട്ണറുണ്ട്, ജോലിയുണ്ട്, സമൂഹത്തിൽ സ്ഥാനമുണ്ട്, ഇതൊന്നുമില്ലാത്തവരല്ലേ ഫെമിനിസം ഒക്കെ പറഞ്ഞു നടക്കുന്നത്? പിന്നെ എന്തിനാണ് ഫെമിനിസം എന്ന ചീത്ത കാര്യം നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. ഫെമിനിസം ഒക്കെ പറയുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അയ്യോ നല്ലൊരാളായിരുന്നു, പാവം ഫെമിനിസ്റ്റ് ആയിപ്പോയി അല്ലെ എന്ന് പറയുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റിനുമുള്ളതായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും തുല്യതയാണ് വേണ്ടതെങ്കിൽ ഹ്യൂമനിസ്റ്റ് ആയാൽ പോരെ എന്നൊരു ചോദ്യവും അവിടെ അവശേഷിപ്പിക്കുന്നു. ഫെമിനിസം എന്നത് സ്ത്രീകളുമായി മാത്രം ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് ചിലരുടെയെങ്കിലും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഫെമിനിസം എന്ന പ്രയോഗത്തിനും അത് ഉൾക്കൊള്ളുന്ന ആശയത്തിനും എപ്പോഴും പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം നിർവചിക്കാൻ നമുക്ക് തീർച്ചയായും സാധിച്ചിട്ടില്ല. ഫെമിനിസത്തിന്റേതായ ചരിത്രം അത്യപൂർവമായി മാത്രമേ നാം കേട്ടിട്ടുമുള്ളൂ. സ്ത്രീ വിമോചനവാദം, സ്ത്രീ സ്വാതന്ത്ര്യവാദം, സ്ത്രീ സമത്വവാദം തുടങ്ങിയവയാണ് ഫെമിനിസത്തെ സൂചിപ്പിക്കുവാനായിട്ട് പൊതുവായി ഉപയോഗിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത്. അതിനുമപ്പുറം ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അർത്ഥതലങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശരിക്കും എന്താണ് ഫെമിനിസം, ആരാണ് ശരിക്കും ഫെമിനിസ്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ചില ഫെമിലിയർ വേർഡ്സ് ഉണ്ട്. മാസ്കുലിനിറ്റി, പാട്രിയാർക്കി, ഫെമിനിസം തുടങ്ങിയ വാക്കുകൾ. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ടേംസ് ആണെന്ന് പറയട്ടെ. ഈ കാര്യം എന്നല്ല, മറ്റെന്ത് കാര്യം തന്നെ എടുത്തു നോക്കിയാലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അഭിപ്രായ രൂപീകരണമൊക്കെ വരുന്ന സമയത്ത് സ്ത്രീ എന്നും പുരുഷനെന്നും പ്രത്യേക ഒരു വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് പെണ്ണല്ലേ എന്നൊരു വേർതിരിവ് തീർച്ചയായിട്ടും പ്രകടമാകുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് എല്ലാ സ്ത്രീകളും ഒരു ടീമിൽ ചേരുന്നു. അപ്പോൾ അതിന്റെ എതിർ സൈഡിൽ എല്ലാ പുരുഷന്മാരും മറ്റൊരു ടീമിലായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇത് ആണ് വെസസ് പെണ്ണ് എന്നൊരു വേർതിരിവല്ല ഇവിടെ ശരിക്കും നടക്കുന്നത് എന്നുള്ളതാണ്. അത് ശരിക്കും പാട്രിയാർക്കിയൽ സൊസൈറ്റിയുടെയും ഫെമിനിസ്റ്റ് സൊസൈറ്റിയുടെയും ഇടയിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഓരോ പദങ്ങളെയും നമുക്ക് വേറിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യമേ തന്നെ ശ്രമിക്കാം. ആദ്യം തന്നെ പാട്രിയാർക്കിയൽ സൊസൈറ്റിയെ പറ്റി ഞാനൊന്ന് സംസാരിക്കാം. വിക്കിപീഡിയയിലേക്കൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം തിരഞ്ഞൊന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകളും ട്രാൻസ്ജെൻഡറുകളും പ്രായം കുറഞ്ഞ വ്യക്തികളും പുരുഷന് അധീനരാണ് എന്ന കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ സംവിധാനമാണ് പിതൃ മേധാവിത്വം എന്ന് പറയുന്ന പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പിതൃ മേധാവിത്വ സമൂഹത്തിൽ സാമൂഹികവും രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള അധികാരങ്ങളെല്ലാം പുരുഷന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതേ വിക്കിപീഡിയയിൽ തന്നെ ഫെമിനിസത്തിന്റെ അർത്ഥം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ലഭിക്കുമെന്ന് അറിയാമോ? ആണിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആ അധികാരങ്ങളിലെല്ലാം അല്ലെങ്കിൽ ആ ശക്തികളെല്ലാം പെണ്ണിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്നായിരിക്കും അവിടെ കാണുന്നത്. അങ്ങനെ അല്ല കേട്ടോ, ഒരിക്കലുമല്ല. അതിന്റെ അർത്ഥം മറ്റൊന്നാണ് നമുക്ക് അവിടെ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്ത്രീകളുടെ തുല്യ അവകാശവും നിയമ പരിരക്ഷയും ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ വ്യവഹാരമാണ് സ്ത്രീപക്ഷവാദം അഥവാ ഫെമിനിസം എന്ന് കാണാൻ സാധിക്കും. ഒരു കാര്യം എന്തെന്നാൽ രാഷ്ട്രീയ വ്യവഹാരം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്ന സ്ത്രീകളെ മാത്രമല്ല ഫെമിനിസ്റ്റുകൾ എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് എന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഈ ഒരു ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പ്രോസസ് കൂടിയാണ് എന്ന് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക. അതായത് ഫെമിനിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത് സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പദം മാത്രമാണെന്ന തെറ്റിദ്ധാരണയാണ് നമ്മൾ ആദ്യം എടുത്ത് മാറ്റേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ മേട്രിയാർക്കി എന്ന് പറയുന്ന മറ്റൊരു പദത്തെ കൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. പേട്രിയാർക്കി പോലെ തന്നെ ഈക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു പദമാണ് മേട്രിയാർക്കി എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് പ്രാഥമിക അധികാര ശക്തിയുള്ള ഒരു സാമൂഹ്യ സമ്പ്രദായ വ്യവസ്ഥയാണിത്. എല്ലാ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് അധികാരമുണ്ടാവും. അതിനാൽ സ്ത്രീകൾ രാഷ്ട്രീയ നേതൃത്വങ്ങളിലും ധാർമ്മിക ശക്തിയിലും സാമൂഹ്യ നിലയിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതെന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വത്ത് സ്ത്രീകളുടെ നിയന്ത്രണത്തിലായതിനാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അവർക്കുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞൊരു കാര്യം, ഒരു ആണിന് ഫെമിനിസ്റ്റ് ആകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു.
തീർച്ചയായും സാധിക്കും എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം പറയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബരാക് ഒബാമയെ എല്ലാവർക്കും അറിയാം. താൻ ഫെമിനിസ്റ്റ് ആണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. ലെജൻഡറി ഓതർ ആയിട്ടുള്ള സൽമാൻ റഷ്ദി എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ത്യൻ ആക്ടർ ആയിട്ടുള്ള രാഹുൽ ബോസിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമല്ല ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇനി ഹോളിവുഡ് ലെവലിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, സെലിബ്രിറ്റീസിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ് ഹെംവർത്ത്, റയാൻ ഗോസ്ലിംഗ് തുടങ്ങിയ ആൾക്കാരെല്ലാം ഫെമിനിസത്തിന് അനുകൂലമായ ശബ്ദമുണ്ടാക്കിയ ആൾക്കാരാണ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഇതേ കാര്യത്തിന് മറ്റൊരു വശം കൂടി പരിശോധിക്കുകയാണെങ്കിൽ, ആണുങ്ങൾ ഫെമിനിസ്റ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് പാട്രിയാർക്കിയലായി മാറാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. ഇതിന്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണ്. ദ വേൾഡ് ബിഫോർ ഹെർ എന്നൊരു ഡോക്യുമെന്ററി ഉണ്ട്. അപ്പൊ ആ ഡോക്യുമെന്ററി കണ്ടാൽ തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും. ഇന്ത്യയിൽ പരമ്പരാഗതവും ആധുനികവുമായ മൂല്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മിസ് ഇന്ത്യ മത്സരത്തിലൂടെ ചലച്ചിത്ര നിർമ്മാതാവ് നിഷ അഹൂജ കാണിച്ചു തരുന്ന ഒരു ഡോക്യുമെന്ററിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടാവും, സ്ത്രീകളുടെ അവകാശങ്ങൾ സ്ത്രീകൾക്ക് പൂർണ്ണ അളവിൽ ആവശ്യമില്ല എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ചില പ്രത്യേക സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് ഇങ്ങനെയുള്ള പാട്രിയാർക്കിയൽ തിങ്കിങ് ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു വിഷമകരമായ വസ്തുത തന്നെയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, ഇത്തരം പ്രവൃത്തികളെ ന്യായീകരിക്കുന്നത് ഇത് ഞങ്ങളുടെ റിലീജിയസ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൾച്ചർ ട്രഡീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സ്ത്രീകൾ ത്യാഗത്തിന്റെ പര്യായമാണ് എന്ന് പുരാണങ്ങളിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സത്യമാണ്. സ്വന്തം വീടുകളിൽ നിന്ന് തന്നെ നമുക്കതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ കിട്ടും. നിങ്ങളുടെ കുടുംബത്തിൽ 5 പേരുണ്ട് എന്ന് കരുതുക. ഒരു കേക്ക് മുറിക്കുമ്പോൾ അതിനെ 4 പീസാക്കി 4 പേർക്ക് മാത്രമേ കൊടുക്കാൻ സാധിക്കുന്നു എന്ന് കൂടി കരുതുക. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറയും, ഓ എനിക്ക് കേക്ക് ഒന്നും ഇഷ്ടമല്ല, നിങ്ങൾ തന്നെ അത് കഴിച്ചോളൂ എന്ന് പറയും. മറ്റുള്ളവർ കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് അത് അവർ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ഉച്ചത്തിൽ ശബ്ദം വെക്കാനൊന്നും പാടില്ല, സ്ത്രീകൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ അവർ കൈവിട്ടു പോകും തുടങ്ങിയ വിചാരധാരകളും വളരെ സജീവമായി നമ്മൾ ഇന്ന് കേൾക്കുന്നതാണ്. എന്തിനേറെ പറയുന്നു, ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചില ടെലിവിഷൻ ഷോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദർശ പത്നി കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്രകാരം ഇറങ്ങുന്ന ധാരാളം ടെലിവിഷൻ പരിപാടികൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണെന്ന് പറയാൻ സാധിക്കും. ഇതിന്റെ ഫലമായി തന്നെ തങ്ങളുടെ സമൂഹത്തിലും കുടുംബത്തിലും ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ആചാരക്രമം പോലെ പാലിക്കാൻ കാലാകാലങ്ങളായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ തന്നെ നമുക്ക് കാണാം. നോർമേറ്റീവ് കൺഫോമിറ്റി എന്നാണ് ഈ ഒരു പ്രോസസ്സിനെ സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു തമാശ പറയുന്നു എന്ന് കരുതുക. ഈ ഒരു തമാശ കേട്ടിട്ട് നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നന്നായിട്ട് ആസ്വദിച്ചിരിക്കുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒരു തമാശ നിങ്ങൾക്ക് അത്ര രസിക്കുന്നില്ല എന്ന് കൂടി ഒന്ന് കരുതുക. എങ്കിലും ആ തമാശ അവിടെ വർക്കൗട്ട് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറ്റൻഷൻ പൂർണ്ണമായും നിങ്ങളിലേക്ക്, നിങ്ങളുടെ തമാശയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്വന്തം തമാശ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കൂടെ ചിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അതായത് ആ ഒരു ഗ്രൂപ്പിന് ഒരു നോമുണ്ട്, അതിനെ കൺഫേം ആക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ നോമേറ്റീവ് കൺഫർമിറ്റി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. 1908 മേരി അഗസ്റ്റ വാർഡ് എന്നൊരു ലേഡി വുമൻസ് നാഷണൽ ആന്റി സഫ്രേജ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ രൂപീകരിക്കുകയുണ്ടായി. അവർക്ക് തന്റെ പേരിൽ അറിയപ്പെടുന്നതിനെക്കാട്ടി നല്ലത് തന്റെ ഭർത്താവിന്റെ പേരിലാണ് തന്നെ അറിയപ്പെടാൻ ഇഷ്ടം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിന്റെ പേരെന്ന് പറയുന്നത് ഹംഫ്രി എന്നാണ്. അതുകൊണ്ട് തന്നെ മിസ്സിസ് ഹംഫ്രി എന്ന് കേൾക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊരു സാധാരണ നോവലിസ്റ്റ് അല്ലേ, ഇതിനെയൊക്കെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന്. പക്ഷേ ഇതൊരു സാധാരണ നോവലിസ്റ്റിന്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള നോവൽ എഴുതിയ ഒരു ആളാണ് ഈ ഓതർ എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡിൽ സ്ത്രീകളുടെ തന്നെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വനിത കൂടിയാണ് ഈ ഓതർ. ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നതിൽ ഇവർ എതിർ നിൽക്കുന്ന ഒരാളാണ് എന്ന് കൂടി കാണാൻ സാധിക്കും. ആണുങ്ങൾ തന്നെയാണ് എല്ലാത്തിനും മുകളിൽ ഉള്ള ഒരു സൂപ്പർ പവർ എന്നാണ് വിശ്വസിക്കുന്നത്. അവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിചാരധാരയുള്ള സ്ത്രീ കൂടിയായിരുന്നു അവരെന്ന് കാണാം. ഇനി 1972 ഒരു കാര്യത്തെ പറ്റി കൂടി ഞാൻ പറഞ്ഞുതരാം. അമേരിക്കൻ ഗവൺമെന്റ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ അവകാശങ്ങൾ നൽകുന്ന ഈക്വൽ റൈറ്റ്സ് അമെന്റ്മെന്റ് ചെയ്യുന്ന ഒരു ടൈം. എന്നാൽ ഇതേ തീരുമാനത്തിന് എതിര് നിന്നതാകട്ടെ ഒരു സ്ത്രീയും എന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫില്ലിസ് ഷ്ലാഫ്ലൈ എന്ന് പറയുന്ന ഒരു ലോയർ ആയിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത ആ ഒരു ലേഡി എന്ന് പറയുന്നത്. മറ്റ് സ്ത്രീകളെ കൂടി ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്ത്രീകൾ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഇന്ത്യയുടെ കൽപ്പന ചൗള സ്പേസ് എക്സ്പ്ലോറേഷൻ മേഖലയിൽ വൻ ചരിത്രം സൃഷ്ടിച്ച ഒരു ലേഡിയാണ്. ശാസ്ത്രജ്ഞയായിരുന്ന മേരി ക്യൂറി അറിയാം, മാത്തമാറ്റീഷ്യൻ ആയിരുന്ന നീന ഗുപ്തയെ അറിയാം. എല്ലാം സമാന നേട്ടങ്ങൾ കൈവരിച്ച വനിതാ വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകൾ നമ്മുടെ ചുറ്റിനും തന്നെ ഉണ്ടായിട്ട് കൂടി ഇന്നും സ്ത്രീയും പുരുഷനും വെവ്വേറെ എന്നുള്ള ഒരു കൺസെപ്റ്റ് തീർച്ചയായും നിലനിൽക്കുന്നു എന്നുള്ളതാണ്.
പുരുഷന് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിക്കാത്തിടത്തോളം കാലം സ്ത്രീയും പുരുഷനും വ്യത്യസ്തർ തന്നെയാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ പോലും നമ്മുടെ ചുറ്റിനുണ്ട് എന്നുള്ളത് വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ഈ ഒരു ചിന്താരീതി തന്നെ അവക്കമാണ് എന്ന് കൂടി പറയേണ്ടി വരും. അപ്പോൾ ശരിയാണ്, 1-2 ഓർഗൻസ് സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമാണ് എന്നുള്ളത് സത്യം. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക, കുറഞ്ഞത് 60-70 ഓർഗൻ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുണ്ട് എന്ന് കാണുക. 2 കാലുകളും 2 കൈകളും 2 കണ്ണ്, മൂക്ക്, ചെവി എല്ലാം കോമൺ ആയിട്ടുള്ള ഓർഗൻസിന്റെ കൂട്ടത്തിലുള്ളതാണ്. ജെൻഡർ വ്യത്യാസമാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ്. പക്ഷെ അവരെ വേറിട്ട് നിർത്തുന്ന തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും ഇതിനെ ബേസ് ചെയ്ത് പോകേണ്ടതില്ല എന്നതാണ് കാര്യം. രണ്ടും ഹോമോസാപ്പിയൻസ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിനായി 2 പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് സിമിലർ ആൻഡ് ഈക്വൽ എന്ന് പറയുന്ന 2 വാക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈക്വൽ ആയിരിക്കണം എന്നത് നിർബന്ധമുള്ള കാര്യമല്ല. പകരം സിമിലർ ആയിരിക്കുക തന്നെ ധാരാളമുള്ള കാര്യമാണ്. ഇതിനെപ്പറ്റി കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലാണ് ഇരുവരും തുല്യരല്ല എന്ന് പറയുന്നതെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, ഒരു കറുത്ത മനുഷ്യനും ഒരു വെളുത്ത മനുഷ്യനും തുല്യനല്ല. അതുപോലെ ആരോഗ്യത്തോടെ നടക്കുന്ന ഒരു മനുഷ്യനും വീൽ ചെയറിൽ നടക്കുന്ന ഒരു മനുഷ്യനും ഒരിക്കലും തുല്യനല്ല. ബുദ്ധിമാനായിട്ടുള്ള ഒരാളും വളരെ മണ്ടനായിട്ടുള്ള ഒരു വ്യക്തിയും ഒരിക്കലും തുല്യനല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈക്വൽ റൈറ്റ്സ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഓരോ മനുഷ്യർക്കും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും. എങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിന്റെ പേരിൽ ഒരാൾക്ക് കിട്ടുന്ന റൈറ്റ്സ് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല എന്ന് നമുക്ക് ശഠിക്കാനേ സാധിക്കില്ല. അതായത് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു വസ്തുതയിലേക്ക് തന്നെയാണ് ചെന്ന് നിൽക്കുന്നത്. ഫെമിനിസം എന്ന് പറയുന്നത് ആണും പെണ്ണും തമ്മിലുള്ള മത്സരമല്ല, അങ്ങനെയുള്ള ഒരു ഡിഫറൻസ് അല്ല, മറിച്ച് പേട്രിയാർക്കിയും ഫെമിനിസവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ് എന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പുരുഷന്മാരുടെ കൂടി അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നൊരു ഫാക്ട് നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു വിഭാഗം ആണുങ്ങളുടെ കൂടി പ്രശ്നങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്ന ഒരു ഫാക്ട് മനസ്സിലാക്കുക. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, തൊഴിൽ രഹിതനായ അല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരാളുടെ രൂപം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് സങ്കല്പിക്കാൻ പറയുന്നു. 100% ഉറപ്പായ കാര്യമാണ്, തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു ആണിന്റെ രൂപം തന്നെയായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്തുകൊണ്ട് തൊഴിൽ രഹിതയായ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഈ കാര്യം പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നില്ല? അത് കാരണം എന്തെന്നറിയാമോ? ഒരു സ്ത്രീ തൊഴിൽ രഹിതയായി ഇരിക്കുന്നെങ്കിൽ കൂടിയും ഒരു ഘട്ടമൊക്കെ കഴിയുമ്പോൾ അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവൾ ജീവിതത്തിന്റെ മറ്റൊരു ഫേസിലേക്ക് പോകുന്ന ഒരു ട്രൂത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പുരുഷന്റെ അവസ്ഥ അങ്ങനെയൊന്നുമല്ല. തൊഴിൽ രഹിതനായി ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലുള്ള മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതായത് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നം സ്ത്രീകൾ അനുഭവിക്കുന്നതിന്റെ 10 മടങ്ങ് ഇരട്ടിയിൽ പുരുഷന്മാർ ഒരു സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്ന് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചില്ലേ, പേട്രിയാർക്കിയൽ ചിന്താധാരയെ പറ്റി. അത് പ്രകാരം സ്ത്രീകൾക്ക് വീട്ടുജോലി എടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരാണെന്നും എന്നാൽ പുരുഷന്മാർ കുടുംബത്തിന് വേണ്ടി ജോലി എടുക്കാനും സമ്പാദിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കോമഡി കൂടെ ഉണ്ട്. കുടുംബത്തിലെ സ്ത്രീ ജോലി ചെയ്യുകയും പൈസ സമ്പാദിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങളൊന്ന് കരുതുക. അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യേണ്ടി വരുന്നു? അതിൽ കൂടുതൽ സമ്പാദിക്കണം എന്ന് പറയുന്ന ഒരു പ്രഷർ സിറ്റുവേഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവന് ചുറ്റുമുള്ള സമൂഹം അവനെ വില കുറച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അവനിൽ അങ്ങനെ ഒരു പേടി സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ചുറ്റിനുമുള്ള ഭൂരിഭാഗം ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഒരു പാട്രിയാർക്കിയൽ വിചാരധാരയ്ക്ക് അടിമപ്പെട്ടുപോയി എന്നുള്ളൊരു കാര്യം. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വിവാഹാലോചന നടക്കുന്ന സമയത്ത് പെൺകുട്ടികൾ ചെറുക്കന്റെ ജോലിയെ പറ്റിയൊക്കെ തീർച്ചയായിട്ടും നല്ല ക്ലിയർ ആയിട്ട് അന്വേഷിക്കുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നു തങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരി തങ്ങളുടെ ഭർത്താവ് സമ്പാദിക്കണം എന്നുള്ളൊരു കാര്യം. ഇതേ ഒരു ഫിസിക്കൽ മൈൻഡ് സെറ്റ് നമുക്ക് പല കാര്യങ്ങളിലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. നീളമുള്ള പെൺകുട്ടികൾ നീളമുള്ള പുരുഷന്മാരെ ആഗ്രഹിക്കുന്നു, അതുപോലെ നീളം കുറഞ്ഞ പെൺകുട്ടികൾക്കും നീളമുള്ള പുരുഷന്മാരെ ആഗ്രഹിക്കാം. അതൊക്കെ ഓക്കെ കാര്യമാണ്. എന്നാൽ ബൈ ചാൻസിന് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ഉയരം കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അയ്യേ ഇവരെന്ത് ജോഡിയാണ് എന്ന് ചുറ്റിനുമുള്ളവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. ഇതേ ചിന്ത തന്നെ ആ പുരുഷന്റെയും സ്ത്രീയുടെയും മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകുന്നു. ഇനി ലളിതമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എക്സാമ്പിൾ കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയാം. ഭർത്താവും ഭാര്യയും കൂടി വളരെ സന്തോഷത്തോടെ ഒരു കാറിൽ യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. ആ സമയം എതിരെ വന്ന ഒരു കാർ നിയന്ത്രണം വിട്ട് നിങ്ങളുടെ കാറിലേക്ക് ഇടിക്കുകയാണ് എന്ന് കൂടി കരുതുക. തെറ്റ് അവരുടെ ഭാഗത്ത് തന്നെയാണെങ്കിൽ കൂടിയും അതിലുണ്ടായിരുന്ന ആൾ ഇറങ്ങി നിങ്ങളോട് അനാവശ്യം പറയുകയും വഴക്ക് കൂടുകയൊക്കെ ചെയ്യുന്നു എന്ന് കൂടി കരുതുക. ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അയാളോടൊപ്പം ചേർന്ന് ആർഗ്യുമെന്റ്സിലൊക്കെ ഏർപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? നിങ്ങളുടെ ചുറ്റിനുമുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത ഉണ്ടാക്കും, അയാളുടെ ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം നടന്നത്, എന്നിട്ട് അയാൾക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളത്. എല്ലാവരിലും ഒരു മെയിൽ ഈഗോ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതേ പാട്രിയാർക്കിയൽ ചിന്താഗതി തന്നെയാണ് ഇവിടെയും വർക്ക്ഔട്ട് ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇതിലൂടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ലഭിക്കുകയില്ല എന്നുള്ള ഒരു സൈഡ് കൂടി മനസ്സിലാക്കാം.
ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷണങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകുന്നത് ആണുങ്ങളായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. ദാറ്റ് സെയിം മെയിൽ ഈഗോ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ലോൺലിനെസ്സുമായിട്ട് കൂടി ബന്ധമുണ്ട് എന്ന് പറയട്ടെ. അതായത് നിങ്ങൾക്ക് ആൺ സുഹൃത്തുക്കളുടെ കൂടെ ഇരുന്ന് കരയുവാൻ സാധിക്കില്ല. അപ്പോൾ അവർ പറയും, ഇങ്ങനെയൊന്നും കരയല്ലേ, ആണുങ്ങളൊന്നും സാധാരണ ഇങ്ങനെ ഇരുന്ന് വെറുതെ കരയാറില്ല എന്ന് പറയും. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ പറയും, നിങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കരയരുത് എന്ന്. അതായത് ഈ ഒരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പാട്രിയാർക്കിയൽ തിങ്ക്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സും നമ്മളെ കൊണ്ട് ചെയ്യുവാൻ സമ്മതിക്കില്ല എന്നൊരു ഫാക്റ്റാണ് അവിടെ ഉള്ളത്. അങ്ങനെ ചെയ്യുന്നവരെ ഇമോഷണലി വീക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലെ ഈ സമൂഹം കാണുകയുള്ളൂ. അപ്പോൾ ആണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് സിനിമകൾ കാണാൻ പോകാറുള്ള കാറ്റഗറി ആൾക്കാരാണ്, ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ ഒരുമിച്ച് പാർട്ടികളിലും അതേപോലെയുള്ള ഫംഗ്ഷനുകളിലും ഒക്കെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണ് സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ആ സൈഡ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരുടേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് സ്ത്രീകൾ തമ്മിലുള്ളതെന്ന് പറയുന്നത്. അവർ പരസ്പരം കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? അവരെ ഒരിക്കലും ആ ഒരു ഗ്രൂപ്പ് അംഗീകരിക്കില്ല, ഒരു മെയിൽ എന്നുള്ള രീതിയിൽ അംഗീകരിക്കില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ലോൺലിനെസ് എന്ന് പറയുന്നത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകം തന്നെയാണ് എന്നുള്ളത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഒരു ആണിന് അനുഭവിക്കേണ്ടി വന്നാൽ അത് അവന്റെ ഉള്ളിൽ തന്നെ വെച്ച് അത് സഫർ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അത് അവന് സമൂഹത്തിൽ ഒരു കാരണവശാലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരവസ്ഥ ഇന്നത്തെ സൊസൈറ്റിയിൽ തീർച്ചയായും നിലനിൽക്കുന്നുണ്ട്. ഇത് അംഗീകരിക്കപ്പെടില്ല എന്നതാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ ഈ ലോകത്താകമാനമുള്ള ആൾക്കാരിൽ ആത്മഹത്യാ നിരക്കുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ഈ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നതെന്ന് കാണാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിട്ട് പറയാനുള്ളത്, അത് പഠനങ്ങളിൽ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് പറയുന്നത് ഇതേ ഫാക്ട് തന്നെയാണ്. സ്ത്രീകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുരുഷന്മാരിൽ ആത്മഹത്യാ പ്രവണത 2.5 ഇരട്ടിയോളം കൂടുതലാണ് എന്നാണ് ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രകാരമുള്ള കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു വസ്തുതയിലേക്ക് തന്നെയാണ് ഫൈനലി ചെന്ന് എത്തി നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും, പാട്രിയാർക്കി. അതുകൊണ്ട് തന്നെയാണ് പാട്രിയാർക്കി തകരണമെന്ന് ഫെമിനിസ്റ്റുകൾ ഏറ്റവും ഫസ്റ്റ് ഫാക്ട് ആയിട്ട് പറയുന്നതെന്ന് പറയുന്നത്. അതായത് ഇതിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതത്തിൽ ഒരേപോലെ കോസസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നൊരു ബാഡ് എഫക്ട് ഉണ്ട്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുന്ന ഒരുപാട് VIPസിന്റെ ധാരാളം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഡെഫിനറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ഒരു വ്യക്തി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. നാം അദ്ദേഹത്തെ തന്നെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. കാരണം സതി നിരോധനത്തിനെതിരെ വളരെ ആക്റ്റീവായിട്ട് പോരാടിയ ഒരു വ്യക്തിയാണ് രാജാറാം മോഹൻ റായ്. അതേപോലെ തന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വിഡോ മാരേജിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ഫെമിനിസ്റ്റുകളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ സാവിത്രിഭായി ഫുലെയെ പറ്റി നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ്. സുഹൃത്തിനൊപ്പം ചേർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ സ്കൂൾ സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് ഈ സാവിത്രിഭായ് ഫുലെ എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അവർക്ക് അതിന്റെ ഫലമായിട്ട് അനുഭവിക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം അവർക്ക് മോറൽ സപ്പോർട്ടായി നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവാണ്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ജ്യോതിറാവ് ഫുലെ എന്ന് പറയുന്ന വ്യക്തി. ഇനി കുറച്ച് ചരിത്രത്തിലേക്കൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഫെമിനിസത്തിന് 3 ഫേസസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് ഫേസ് 1800 1900 കാലഘട്ടമാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പ്രക്ഷോഭങ്ങളൊക്കെ അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. 1960കളിലാണ് ഇതിന്റെ രണ്ടാമത്തെ ഫേസ് നിൽക്കുന്നത്. വീടുകളിലും കുടുംബങ്ങളിലും ഇങ്ങനെ നിലനിൽക്കുന്നതായിട്ടുള്ള ഡിസ്ക്രിമിനേഷനുകളൊക്കെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു രണ്ടാം ഫേസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ലീഗൽ സോഷ്യൽ റൈറ്റ്സ് സ്ത്രീകൾക്ക് ലഭിക്കുകയും ചെയ്തു. 1990കളിൽ ഇതിന്റെ 3ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്നൊരു കൺസെപ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നു. അതായത് ഫെമിനിസം എന്ന് പറയുന്നത് അപ്പർ ക്ലാസ്സിലുള്ള വെളുത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല എന്നൊരു കൺസെപ്റ്റ്, അതായിരുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എന്തൊക്കെ തന്നെ ആയാലും ഫെമിനിസം എന്നൊരു കൺസെപ്റ്റ് അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ക്ലിയർ ആയിട്ട് പറയാനുള്ളത്. ചില സിനിമാ സംവിധായകരൊക്കെ അവരുടെ സിനിമയിൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ ഫിലിം ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ശരിക്കുമുള്ള ഒരു ഫെമിനിസവും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഫെമിനിസവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഫെമിനിസത്തെ പറ്റി നന്നായി മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സിനിമകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഫെമിനിസം എന്ന് നമ്മൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ വിശ്വസിപ്പിക്കുകയും അതിന്റെ ഫലമായിട്ട് കൈയടിച്ച് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തങ്ങളുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ ബോധവാന്മാരാവുകയും അല്ലെങ്കിൽ ബോധവതികളൊക്കെ ആവുകയും അതിനെ തുടർന്ന് ഒറ്റയടിക്ക് എല്ലാം ഉപേക്ഷിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവർക്ക് തോന്നുന്ന രീതിയിലെല്ലാം ചെയ്യുക, സിഗരറ്റ് സ്മോക്കിംഗ് അതേപോലെ ലിക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളെല്ലാം ഒറ്റയടിക്ക് ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റി ഒന്നുമല്ല ഈ
ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തങ്ങളുടെ അവകാശങ്ങൾ എന്ന പേരിട്ട് ന്യായീകരിക്കുന്നതല്ല ഫെമിനിസം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫേക്ക് ഫെമിനിസം സിനിമകളെയും അതിന്റെ കണ്ടന്റുകളെയും നമ്മൾ തീർച്ചയായും ഫിൽട്ടർ ചെയ്ത് അറിയേണ്ടത് അത്യാവശ്യം. അമിതാഭ് ബച്ചന്റെ പിങ്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഒരു റഫറൻസ് ഫിലിമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് വിംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു സിനിമയും ഇനി മലയാളം കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമകളെല്ലാം ഈ ഒരു വിഭാഗത്തിൽ ചേർക്കാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്ന വാക്കിനെയും അതിന്റെ അർത്ഥതലങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറയാം. നമ്മളിൽ പലരും ലിംഗനീതിയും ഫെമിനിസവും പോലെയുള്ള ആശയങ്ങളൊക്കെ ചർച്ചകൾ ഇന്ന് ഏറ്റവും അധികം കാണുന്നത് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ മാത്രമാണ് എന്ന് കാണാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ടോക്സിക് ഫെമിനിസവും അതിന്റെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള മെൻ വിൽ ബി മെൻ എന്ന് പറയുന്ന ടാഗുകളൊക്കെ ഇന്ന് നമ്മൾ ധാരാളമായിട്ട് കാണും. പല കാര്യങ്ങളും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും തടിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു സെലക്റ്റീവ് ഫെമിനിസം നമ്മളിൽ പലരും പിന്തുടർന്നു പോരുന്നുണ്ട്. അതായത് നല്ല ഫെമിനിസം എന്നും ചീത്ത ഫെമിനിസം എന്നും പൊതുബോധം തരം തിരിച്ചു വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും വെറുക്കപ്പെട്ട ഒരു ശബ്ദമായി നമ്മുടെ ഒരു സൊസൈറ്റിയിലുള്ളത്. അമേരിക്കൻ നയതന്ത്രജ്ഞയായിട്ടുള്ള ഫ്ലോറൻസ് കെന്നഡി ഒരിക്കൽ പറഞ്ഞു, ലോകത്ത് വളരെ കുറച്ച് ജോലികൾക്ക് ജെൻഡർ ആവശ്യമായിട്ടുള്ളൂ, ബാക്കി ഭൂരിഭാഗം ജോലികൾക്കും തലച്ചോറും ആരോഗ്യവുമാണ് അത്യാവശ്യമെന്ന് പറഞ്ഞു. ആഗോളതലത്തിലെ ഫെമിനിസത്തിന്റെ രണ്ടാം തരംഗത്തിന് തുടക്കമിട്ട ഒരു പ്രസ്താവനയായിരുന്നു ഞാൻ ഈ പറഞ്ഞത്. ഞാൻ എന്റെ ഭാര്യയെ അടുക്കളയിൽ അത്യാവശ്യമൊക്കെ ഒന്ന് സഹായിക്കാറുണ്ട് എന്നൊരു വാചകം കേട്ടാൽ ഉറപ്പിച്ച് തീരുമാനിച്ചുകൊള്ളുക ഈ പറയുന്ന ആളൊരു സ്യൂഡോ ഫെമിനിസ്റ്റ് അഥവാ കപട സ്ത്രീപക്ഷപാതിയാണ് എന്നുള്ളത്. അതായത് വീട്ടിൽ സഹായിച്ചില്ലെങ്കിൽ എന്താ, ഓരോ തലതെറിച്ച ആണുങ്ങളെയൊക്കെ പോലെ കള്ളു കുടിച്ചു വന്ന് എന്നെ തല്ലുന്നില്ലല്ലോ എന്ന്, ഇത് വലിയ ഭാഗ്യം തന്നെയാണ് എന്റേത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംതൃപ്തിപ്പെടുന്ന സ്ത്രീകൾ സ്യൂഡോ ഫെമിനിസത്തിന്റെ കണ്ടീഷനിങ് ചെയ്യപ്പെട്ട ആൾക്കാരാണെന്ന് കൂടി പറയേണ്ടി വരും. നിർഭാഗ്യവശാല് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് ജീവിക്കുന്നത്. പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല സ്യൂഡോ ഫെമിനിസം ഉണ്ടാക്കുന്ന ആ ഒരു ബാരിയർ പൊട്ടിച്ചു പുറത്തു വരിക എന്നുള്ളത്. പുരുഷന്മാരുടെ ഒരു കംഫർട്ട് സോൺ കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ തകർക്കാൻ സുവ്യക്തമായ ലിംഗബോധം ചെറുപ്പം തൊട്ടേ തന്നെ വളർത്തിയെടുക്കുക എന്നതാണ് ഏക മാർഗം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യുന്ന അമ്മയും ഒരു മനുഷ്യജീവിയാണ്. പഠനം കഴിഞ്ഞ് ശേഷിക്കുന്ന സമയം നമുക്ക് ആകുന്ന ജോലികളൊക്കെ ചെയ്ത് അമ്മയെ സഹായിക്കണം എന്ന് സ്കൂളിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടികളെ തുല്യതാബോധം പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്ന് പറയേണ്ടി വരും. മറിച്ച് ഒരു വീട് നടന്നു പോകാൻ അവരവരുടെ ജോലികൾ തന്നെ ചെയ്യണം. അത് ആർക്കുമുള്ള സഹായമല്ല, സ്വന്തം കടമയായി ചെയ്യേണ്ടതാണ്. വീട് നോക്കുന്നത് യാതൊരു ഉത്തരവാദിത്വത്തിന്റെയും പേരിലല്ല, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മാത്രമാണ് എന്നൊന്ന് പഠിപ്പിച്ചു നോക്കുക. അപ്പോൾ തുല്യതാബോധമുള്ള ഒരു സമൂഹം തീർച്ചയായും തനിയെ രൂപപ്പെടുന്നത് കാണാൻ സാധിക്കും. സമൂഹത്തില് സ്ത്രീ മേധാവിത്വം കൊടികുത്തി വാഴണമെന്ന ചിന്താഗതി അല്ല ഫെമിനിസം അർത്ഥമാക്കുന്നത്. പുരുഷ മേധാവിത്വത്തിനുള്ള ഒരു ബദൽ സംവിധാനമായിട്ടല്ല ഫെമിനിസത്തെ കണക്കാക്കാനുള്ളത്. തുല്യത വിഭാവനം ചെയ്യുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള ആയുധമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് സ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ സ്ത്രീയുടെ കാഴ്ചപ്പാടിലൂടെ സമൂഹത്തെ നോക്കിക്കാണാൻ ആർക്കും ഉപകരിക്കുന്ന ഒരു ടൂളായെങ്കിലും ഫെമിനിസം സമൂഹത്തിൽ നിലനിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫെമിനിസവുമായി ബന്ധപ്പെട്ട ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലായെങ്കിൽ, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇമ്പോർട്ടന്റ് വീഡിയോസിനായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഔട്ട്.